അടുത്ത തവണ വീട്ടിൽ നെത്തോലി മീൻ മേടിക്കുന്ന സമയത്ത് ഇതേണ്ട ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കണേ. നെത്തോലി വറവൽ അന്യായ ടേസ്റ്റ് ആട്ടോ ഈ ഒരു സംഭവത്തിന്. പൊടിമീനിൽ ഏറ്റവും രുചിയുള്ള മീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം കൂടാതെ പറയാൻ നെത്തോലിയാണെന്ന്. അപ്പോൾ അത് കുറച്ചുകൂടി രുചിയിൽ നെത്തോലി വറവലാക്കിയാലോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കിലോ വലിയ നെത്തോലി മീൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകിയെടുത്തേക്കുന്ന മീൻ മൊത്തത്തിൽ ഒരു ബൗളിനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ടും വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഈ ഒരു മീനിന് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു അരിപ്പൊടി ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് ആ മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കണം. മസാല പിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അല്പം വെള്ളം കൂടി തളിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ വെള്ളം ഒഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. മസാല മൊത്തത്തിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ അതുപോലെ അങ്ങോട്ട് വെച്ചേക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പം മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മീൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കാം. മീൻ വറക്കുന്നത് നമ്മളിനി പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയമൊന്നും കളയുന്നില്ല. സാധാരണ നിങ്ങൾ എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് ആ പരുവത്തിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മൊരിച്ച് അങ്ങോട്ട് എടുക്കണം. നെത്തോലി മീൻ നല്ലതുപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനും അന്യ ടേസ്റ്റ് ആയിരിക്കട്ടെ. നമ്മുടെ യഥാർത്ഥ വറവൽ ഇനി അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് കോരിയെടുത്തൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടേ മീൻ വറുത്തിട്ടുള്ള അതേ എണ്ണയിലേക്ക് തന്നെ 10-15 ചെറിയുള്ളി 4ആയിട്ട് മുറിച്ചതും 1 വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞോടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു ഹായ് ഇട്ടേക്കണേ. എത്രത്തോളം ആളുകൾ ഈ വീഡിയോ കണ്ടു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇട്ടേക്കുന്ന സവാള വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂണും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചോടെ ചേർത്ത് കൊടുക്കണം. പിന്നെ മെയിനായിട്ടും വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. തേങ്ങാക്കൊത്ത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ റെസിപ്പിയുടെ മെയിനായിട്ടുള്ളൊരു ചേരുവയാണ്. ഇളക്കിയെടുത്ത് ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പാകം. എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നെത്തോലി മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് നാരങ്ങ നീരൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് ഈ ഒരു മീൻ ഉടയാത്ത പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ മസാല മൊത്തത്തിൽ ആ മീനിൽ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടണം. സാധാരണ നമ്മൾ നെത്തോലി വറുത്ത് കഴിക്കുന്നതിൻ്റെ 10 മടങ്ങ് ടേസ്റ്റാണ് ഈ ഒരു നെത്തോലി വറവിൽ കഴിക്കുന്നത്. ഒന്നും പറയാനായിട്ടില്ല. അതാന്ന് നോക്കിയാൽ കാണാൻ തന്നെ എന്ത് മനോഹരം നോക്കി ഒരു പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കണം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മസാലയാണ്. അതങ്ങനെ വെറുതെ അങ്ങോട്ട് കഴിക്കരുത്. നല്ല ചൂട് കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ വറുത്തെടുത്തേക്കുന്ന നെത്തോലി വറവലും എൻ്റെ പൊന്നോ ഒരു രക്ഷയിലാട്ടോ. ഇത് കാണുമ്പോൾ നീക്കൊന്ന് തയ്യാറാക്കിയിട്ട് കഴിച്ചു നോക്കണം തോന്നില്ലേ? ഒട്ടും മടിക്കണ്ട. വലിയ നെത്തോലി കിട്ടുന്നതായിട്ടുള്ള സമയത്ത് ഈ രീതിയിലൊന്ന് നെത്തോലി വറവലൊന്ന് തയ്യാറാക്കി നോക്കിയോ. പിന്നെ ആ ഒരു മസാലയും പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല കുറച്ച് കൂടുതലായിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ 1-2 സവാള കൂടുതലായിട്ട് കൂടി ഇട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാവരും ഈ ഒരു നെത്തോലി വറവലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് കൂടെ പറയണേ. ഇതുപോലെ